അസ്സലാമു അലൈക്കും. പ്ലസ് വണ്ണിലെ അറബിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം എടുത്തു വെച്ചത്. അതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ നാം പറയുന്നത്. പേജ് നമ്പർ 13. കഴിഞ്ഞ ക്ലാസ്സിൽ ബിത്തൊലബു ബിതാഖൽ ഖസ്മാണ്, ഡിസ്കൗണ്ട് കാർഡിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ ബാക്കി നിഷാത്തുൻ റാബി, 4ാമത്തെ വർക്ക്. തസ്ഹബു, നീ പോകുന്നു, ഇലാ മഹസിനിൽ മദ്രസ, സ്കൂൾ സ്റ്റോറിലേക്ക്. മഹസിന് പറഞ്ഞ സ്റ്റോർ, മഹസിന് മദ്രസ സ്കൂൾ സ്റ്റോറിലേക്ക് നീ പോകുന്നു. ഹുനാക്ക എജ്രി ഹിവാറിന്, അവിടെ ഒരു സംഭാഷണം നടക്കുന്നു. ബൈനക്ക, നിനക്കിടയിലും, അതുപോലെ ബൈന അമീനിൽ മഹസൻ, സ്റ്റോർ കീപ്പറിൻ്റെയും, നിനക്കും സ്റ്റോർ കീപ്പറിൻ്റെയും ഇടയിലൊരു സംഭാഷണം നടന്നു. നൊയ്ദു അൽ ഹിവാർ, ആ സംഭാഷണം എന്ത് ചെയ്യുക, തയ്യാറാക്കുക. നിങ്ങളിത് നോട്ട് ബുക്കിൽ സ്വന്തമായിട്ട് അറബിയിലാണ് ഇത് എഴുതേണ്ടത്. ശേഷം പേജ് നമ്പർ 14 അന്നഷാത്തുൽ ഖാമിസ്, 5ാമത്തെ വർക്ക്. ഇൽത്തഖത് സബിത വ മുനീറ ഫിൽ മദ്രസത്തി ഫദാറ ബൈനഹുമ ഹിവാറൻ. ഇൽത്തഖത് സബിത, സബിത കണ്ടുമുട്ടി, വ മുനീറ, മുനീറയും സബിതയും കണ്ടുമുട്ടി, ഫിൽ മദ്രസത്തി, സ്കൂളിൽ വെച്ച്. ഫദാറ ബൈനഹുമ ഹിവാറൻ, അപ്പോൾ അവർക്കിടയിൽ ഒരു സംഭാഷണം ഉണ്ടായി. നുതർജിമുഹു, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇലൽ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിലേക്ക്, അതിന് ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്യാം, മാറ്റാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സബിത സുബാഹൽ ഹൈർ, ഹൗ, സുബാഹൽ ഹൈർ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്നതിനാണ്, അതാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. അതുപോലെ മുനീറ സുബാഹൻ നൂർ, അതിനും ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ് ഉപയോഗിക്കും. സബിത കൈഫ ഹാലുക്കി, ഹൗ ആർ യു എന്നാണ്, നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നത്. മുനീറ ഫൈൻ, അപ്പോൾ സൈൻ എന്ന് പറയും, അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ സൈൻ എന്ന് പറയും. ശേഷം സബിത വമൻ മാക്കി, നിൻ്റെ കൂടെ ആരാണ്, അതിന് ഇംഗ്ലീഷ് പറയാം ഹൂ ഈസ് വിത്ത് യു, നിൻ്റെ കൂടെ ആരാണ്, ഹൂ ഈസ് വിത്ത് യു. മുനീറ ഹാദിഹി സുദീഖത്തി, ദിസ് ഈസ് മൈ ഫ്രണ്ട്, ഇതെൻ്റെ സുഹൃത്താണ്. സബിത ഇലൽ ലിഖാൻ, സി യു എന്നാണ് അത് ഇംഗ്ലീഷ്. മുനീറ മാ അസ്സലാമ, ഗുഡ് ബൈ. ഇനി അദവാത്തുൽ മദ്രസിയെ കുറിച്ച് പഠനോപകരണങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അവിടെ കൊടുത്തതെന്നുള്ളത് നോക്കാം. നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടാവുന്ന ചില പഠനോപകരണങ്ങളും എന്തൊക്കെയാണ്: മിലഫ്, ഫയൽ, പിന്നെ മിറസം, സ്കെയിൽ, അതുപോലെ ഖുറാസത്ത്, നോട്ട് ബുക്ക്, ഹഖീബ, ബാഗ്, മിസ്തർ, സ്കെയില്, ഷുഫ്രത്ത്, ബ്ലേഡ്, ഖരീത്ത, മാപ്പ്, ദബൂസ്, സ്റ്റാപ്ലർ, മിംഹാത്ത്, എറേസർ. ഇനി ബാദുൽ കലിമാത്ത് തഹസീബിയ, ചില ഉപചാര വാക്കുകൾ, മര്യാദ വാക്കുകളെ നമുക്ക് പരിചയപ്പെടാം. സംഭാഷണത്തിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് തുടക്കത്തിലും അതുപോലെ അവസാനമൊക്കെ ഉപയോഗിക്കുന്ന ചില ഉപചാര വാക്കുകൾ, തെഹസീബിയാത്തുകൾ. അഹ്ലൻ വ സഹ്ലൻ, മർഹബൻ എന്നൊക്കെ വെൽക്കം എന്നാണ് അതിന് വേണ്ടി ഉപയോഗിക്കും. വെൽക്കം എന്നതിന് പകരമായിട്ട് അറബിയിൽ അഹ്ലൻ വ സഹ്ലൻ, മർഹബൻ എന്നൊക്കെ ഉപയോഗിക്കും. അതുപോലെ ഇലൽ ലിഖാൻ, സി യു. അതുപോലെ ശുക്രൻ, താങ്ക്സ്. കൈഫൽ ഹാൽ, ഹൗ ആർ യു. ജസാഖല്ലാഹു ഖൈറൻ, ഇതിൻ്റെ അർത്ഥം അറിയില്ല. ജസാഖല്ലാഹു ഖൈറൻ, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. മേ അല്ലാഹ് റിവാർഡ് യു. മബ്രൂക്ക്, കൺഗ്രാജുലേഷൻ, അഭിനന്ദനങ്ങൾ. മാസലാം, ഗുഡ് ബൈ. അഫ്വൺ, നോ മെൻഷൻ, എക്സ്ക്യൂസ്. മുംതാസ്, എക്സലൻറ്റ്, മികച്ചത് എന്നതിനൊക്കെ ഉപയോഗിക്കുന്നതിനാണത്. ഈ പേജ് നമ്പർ 15 നഷാത്തുൻ സാദിസിൻ, 6ാമത്തെ വർക്ക് നോക്കാം. നഖ്റു ഉൽ ഫിഖ്റലാത്തിയ വ നുഇദ്ദു ജദ്വലൻ ലിയസ്മായി വൽ അഫ്ആലി വൽ ഹുറൂഫി കമാ ഫിൽ മിസാലിൻ. നഖ്റു നമുക്ക് വായിക്കാം. ഫിഖ്റലാത്തിയ, താഴെ കൊടുത്ത ഫിക്ര, പാരഗ്രാഫ് വായിക്കാം. വ നുഇദ്ദു എന്നിട്ട് തയ്യാറാക്കാം. ജദ്വലൻ, ഒരു ചാർട്ട് തയ്യാറാക്കാം. ലിൽ അസ്മായി വൽ അഫ്ആലി വൽ ഹുറൂഫി, ഇസ്മുകളുടെയും ഫീലിൻ്റെയും ഹുറൂഫിൻ്റെ, ഹർഫിൻ്റെയും. ഇപ്പോൾ ചാർട്ടിൽ ഒരു ഭാഗത്ത് ഒരു കോളത്തിൽ ഇസ്മ്, മറ്റൊരു കോളത്തിൽ ഫിഅൽ, മറ്റൊരു കോളത്തിൽ ഹർഫായിട്ട് എന്ത് ചെയ്യുക, നമ്മളെടുത്ത് എഴുതുക.
ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്, അതിൽ നിന്ന് ഇസ്മ ഫീൽ ഹർഫ് നമ്മൾ എന്ത് ചെയ്യുക, ഏതാണെന്നുള്ളത് തിരിച്ചെഴുതുക. ബാബു എന്താണ്? ദാരിസുൻ, ബാബു വിദ്യാർത്ഥിയാണ്. എദുറുസുവൻ പഠിക്കുന്നു, ഫി മദ്രസത്തി സാനവിയൽ ആലിയ, ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. ദുറുസു അവൻ പഠിക്കുന്നു, ഫി മദ്രസത്തി സാനവിയൽ ആലിയ, ഹയർ സെക്കൻഡറി സ്കൂളിൽ. വാലിദുഹു അവൻ്റെ പിതാവ്, യാമലു ജോലി ചെയ്യുന്നു, ഫി ഷരിക്കത്തിന് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ഖരീബത്തിൻ അടുത്ത്, മിംബൈത്തി വീടിനടുത്തുള്ള ഒരു കമ്പനിയിലാണ് അവൻ്റെ പിതാവ് ജോലി ചെയ്യുന്നത്. ഖാല പറഞ്ഞു, ലഹു അവനോട് പറഞ്ഞു, വാലിദുഹു അവൻ്റെ പിതാവ് പറഞ്ഞു, ഇജ്തഹിദ് നീ പരിശ്രമിക്കണം, ഫി ദിറാസത്തിക നിൻ്റെ പഠനത്തിൽ നീ വളരെയധികം പരിശ്രമിക്കണം, വല തക്സിൽ ഫിഹ അതിൽ നീ മടി കാണിക്കരുത്, വാഗ്തനിം നീ ഉപയോഗപ്പെടുത്തണം, ജമീഅ ഫുറൂസിൻ ഫി ഹയാത്തിക ജമീഅ ഫുറൂസ് എന്ന എല്ലാ അവസരങ്ങളും, ഫുറസ് എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റികൾ, അവസരങ്ങൾ നീ എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക, ഫി ഹയാത്തിക നിൻ്റെ ലൈഫിലുള്ള ഓപ്പർച്യൂണിറ്റിക്ക് എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു, ദാലിക അതാകുന്നു, അതാകുന്നു വഴി, ത്വരീഖുൽ ഖവീം അതാണ് ശരിയായ വഴി, അതാണ് ശരിയായ വഴിയാണേത്, അത് സ്ട്രൈറ്റ് പാത്ത് എന്ന് പറയും, അതാണ് ശരിയായ വഴി. നജാഹിൽ മറലി തൃപ്തികരമായ വിജയത്തിന്, നജാഹിൻ വിജയം, അൽ മറലി തൃപ്തികരമായ വിജയത്തിനുള്ള യഥാർത്ഥ വഴിയാണത്, എന്ത് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, താഴെ കൊടുത്തിട്ടുള്ളതിൽ ഇസ്മി ഏതാണ്, ഫിഅലി ഏതാണ്, ഹർഫ് ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം കണ്ടെത്തുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇനി അജ്സാഉൽ ജുംലയുടെ ഭാഗങ്ങൾ, അറബിയിൽ ജുംലയുടെ ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. നോക്കാം. ഇസ്മ, ഫിഅലി, ഹർഫ്, ഇതിനെക്കുറിച്ച് ചെറിയൊരു നോട്ട് നോക്കാം. ഒന്നാമത് ഇസ്മ, ഹുവ ലഫ്ലുൻ ദാലുൻ അല ദാത്തിൻ ഔ ഹദസിൻ ഗൈർ മുഖ്തരിൻ ബി സമാനിൻ. ഇസ്മ എന്ന് പറഞ്ഞാൽ ഹുവ ലഫ്ലുൻ, അത് എന്താണ്, ഒരു വാക്കാണ്, ഒരു ലഫ്ലാണ്, ഒരു വാക്കാണ്. ദാലുൻ അത് അറിയിക്കുന്നു, അല ദാത്തിൻ ഒരു വസ്തുവിനെയോ, ഔ ഹദസിൻ ഒരു സംഭവത്തെയോ അറിയിക്കുന്നു, ഗൈർ മുഖ്തരിൻ ബന്ധമില്ലാതെ, ബി സമാനിൻ ഒരു കാലവുമായി ബന്ധമില്ലാതെ, ഒരു കാലവുമായി ബന്ധപ്പെടുത്തി പറയാതെ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സംഭവത്തെയൊക്കെ സൂചിപ്പിക്കുന്നതിനാണ് ഇസ്മി എന്ന് പറയുന്നത്. മസല ഉദാഹരണം കൊടുത്തത് കലമുൻ പേന, അതുപോലെ ജബൽ പർവ്വതം, മല, അതുപോലെ അഹമ്മദ് ഒരു വ്യക്തിയുടെ പേരാണ്. അതിൽ നീതി എന്നുള്ളതാണ്, നീതി കാണിച്ചു എന്നല്ല, നീതി എന്നുള്ളത്. അലുൽമ് അക്രമിച്ചു എന്നാകുമ്പോൾ അതൊരു ഫിഅലായിട്ട് മാറും, മാദിയായ ഫിഅലായിട്ട് മാറും. ഇവിടെ ദുൽമുൻ അക്രമം, നസ്റുൻ സഹായിച്ചു എന്നല്ല, സഹായം. ബഗ്ദാദ് അതൊരു സ്ഥലത്തിൻ്റെ പേര്, ഇറാഖിൻ്റെ തലസ്ഥാനമാണ് ബഗ്ദാദ്. പിന്നെ അതുപോലെ ലർബൻ അടിച്ചു എന്നാകുമ്പോൾ അത് എന്തായി മാറും, ഫിഅൽ മാദിയായിട്ട് മാറും, ലർബൻ അടി. കാത്തിബുൻ എഴുത്തുകാരൻ, റൈറ്റർ. അതുപോലെ ഞാൻ, ഇയാക്ക നീ, നിന്നെ, അല്ലതി, അതുപോലെ ഹാദാമൻ, ഇതൊക്കെ എന്താണ്, ഇസ്മുകളാണ്. ഇനി ഫിഅലി എന്താണ് നോക്കാം. ഹുവ ലഫ്ലുൻ അതൊരു വാക്കാണ്, ദാലുൻ അത് അറിയിക്കുന്നു, അല ഹദസിൻ ഒരു സംഭവത്തെ അറിയിക്കുന്നു, മുഖ്തരിന് ബി സമാനിൻ ഒരു കാലവുമായി ബന്ധപ്പെടുത്തി, ഒരു കാലവുമായിട്ട് ചേർത്ത് പറയുന്നതാണ് എന്ത്, ഫിഅല്. ആ ഫിഅല് പറയുമ്പോൾ, ആ പ്രവൃത്തി പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാലം, ഒന്നെങ്കിൽ പാസ്റ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, കാലവുമായി ബന്ധപ്പെടുത്തി ചേർത്ത് പറയുന്നതാണ് എന്ത്, ഫിഅല്. അവിടെ നോക്കാം. മസൽ ഉദാഹരണം, കത്തബ എഴുതി എന്നുള്ളത് പാസ്റ്റിലാണ് അല്ലേ, എഴുതി, അത് നമ്മൾ പറയുന്നതിന് കുറച്ച് മുമ്പ് എഴുതി അല്ലെങ്കിൽ ഇന്നലെ എഴുതി, അപ്പോൾ അതിന് പാസ്റ്റ് ടെൻസിലാണെന്ന് പറയാം. അതുപോലെ യക്തുബു എന്ന് പറഞ്ഞാൽ എഴുതുന്നു, ഇപ്പോൾ നടക്കുന്നു, പ്രസൻറ്റ് കാലത്താണ്, ഇപ്പോൾ എഴുതുന്നു. അല്ലെങ്കിൽ യക്തുബു അതിന് മുസ്തഖബലായിട്ട് എഴുതും എന്നും പറയാം. മുളാരിന് രണ്ട് രീതിയിൽ പറയാം, എഴുതുന്നു അല്ലെങ്കിൽ എഴുതും എന്നും പറയാം. ഇനി ഉക്തുബു നീ എഴുത്, നീ എഴുത്. അപ്പോൾ അത് ഇതുവരെ എഴുതിയിട്ടില്ല, അപ്പോൾ നാളെയോ അല്ലെങ്കിൽ പറയുന്നതിന് ശേഷമോ എഴുതാൻ വേണ്ടി പറയും. അപ്പോൾ അത് അത് എന്താണ്, മുളാരിൻ്റെ അത് അമ്ര ഫീലാണ്, നീ എഴുത് എന്ന് പറയുന്നത്.
അതുപോലെ ലാ തെക്തുബ്, നീ എഴുതരുത്, അത് നെഹിയാണ്, നീ എഴുതരുത്, നിരോധന. ലാ തെക്തുബ്, നീ എഴുതരുത്, അതും എന്താണ്, അതൊക്കെ ഫിഇലാണ്. ഇനി ഹർഫ് എന്താണ്? ഹുവ അത് ലഫ്ലുൻ, ഹുവ അത് മാ ഒന്നാകുന്നു, ദല്ല അത് അറിയിക്കുന്നു, അല്ല മാന അതിൻ്റെ ആശയം അറിയിക്കുന്നു, മാ വൈരിഹി ദാൽ അത് അറിയിക്കുന്നു, അല്ല മാന മാ വൈരി മറ്റൊന്നിനോട് കൂടെ അല്ലാതെ അതിൻ്റെ ആശയം അറിയിക്കുകയില്ല. ഹുവ അത് മാ ഒന്നാകുന്നു, ദല്ല അത് അറിയിക്കുന്നു, അല്ല മാന അതിൻ്റെ ആശയത്തെ അത് അറിയിക്കൂ, മാ വൈരിഹി മറ്റൊരു വസ്തുവിനോട് കൂടെയുള്ള അതിൻ്റെ ആശയം അറിയിക്കുക. ഒറ്റക്ക് നിൽക്കുമ്പോൾ അതിനെന്തില്ല, അതിന് ആശയം അർത്ഥമുണ്ടാവുകയില്ല. മാ വൈരിഹി മറ്റൊന്നിനോട് കൂടി ചേരുമ്പോഴാണ് ഹർഫുകൾക്ക് ആശയം ഉണ്ടാവുക. ഒരു അർത്ഥമായിട്ട് പറയുക. വലൈസ അതല്ല ബിസ്മിൻ ഒരു ഇസ്മും അല്ല, വല ഫിഇലിൻ അതൊരു ഫീലുമല്ല ഇസ്മും അല്ല. അവിടെ മസല ഉദാഹരണങ്ങൾ കൊടുത്തു. ബി, അതുപോലെ ലി, അതുപോലെ മിൻ, അതുപോലെ ഫി, അതുപോലെ അൻ, അല, ലഅല്ല, ലാക്കിൻ അതൊക്കെ. ഇപ്പോൾ ഇതിവിടെ ഇതൊക്കെ എന്താണ്, ഒരു ഫിൽ ബൈത്ത് വീട്ടിൽ എന്നാണ്. ഫി എന്ന് പറയുമ്പോൾ അവിടെ ഇൽ എന്നാണോ അർത്ഥം, ഇൽ എന്നുള്ളത്. ഫിൽ ബൈത്ത് വീട്ടിൽ, മിൻ ബൈത്തി വീട്ടിൽ നിന്ന്, അപ്പോൾ അവിടെ അർത്ഥം കിട്ടും. അപ്പോൾ ഒറ്റക്ക് നിൽക്കുമ്പോൾ എന്തില്ല, ഹർഫുകൾക്ക് ഒരു ആശയം ഉണ്ടാവില്ല. മറ്റൊരു വസ്തുവിനോട് കൂടുമ്പോൾ, ഒരു ഇസ്മിനോട് ചേരുമ്പോൾ എന്താവും, ഫിൽ ബൈത്തി എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് ആശയം കിട്ടും. അപ്പോൾ മറ്റൊരു വസ്തുവിനോട് കൂടി ചേരുമ്പോഴാണ് ആശയം ലഭിക്കുന്നത്. അതാണെന്ത്, ഹർഫ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. അസ്സലാമു അലൈക്കും.